പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് ഈ വാർത്താ ദിനത്തിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ഏറ്റവും വലിയ വാർത്തയിലേക്കാണ് ന്യൂസ് മലയാളം ദ ബിഗസ്റ്റിലേക്ക്. കൊട്ടാരക്കര സദാനന്ദപുരം അവധൂതാശ്രമത്തിലെ കോടികൾ വിലമതിക്കുന്ന സ്വത്തുവകകളും അമൂല്യ സമ്പത്തും തട്ടിയെടുക്കാൻ സന്യാസിമാർ നീക്കം നടത്തുന്നതായി മഠാധിപതി ചിദാനന്ദ ഭാരതി. മഠാധിപതി സ്ഥാനം കൈയടക്കാൻ തന്നെ ക്യാൻസർ രോഗിയായി ചിത്രീകരിച്ച് മാസങ്ങളോളം പൂട്ടിയിട്ടു. സന്യാസിമാരായ രാമാനന്ദ ഭാരതി, നിത്യാനന്ദ എന്നിവരാണ് ഇതിന് പിന്നിലെന്നാണ് മഠാധിപതിയുടെ ആരോപണം. ഏക്കറോളം വരുന്ന ആശ്രമവും പരിസരവും കോടികൾ വില വരുന്ന ആഭരണങ്ങളും വിഗ്രഹങ്ങൾ, കൊട്ടാര സദൃശ്യമായ വൈദ്യശാല, അമൂല്യ ഗ്രന്ഥങ്ങൾ, മുൻ മഠാധിപതിമാരുടെ സമാധിയിടങ്ങൾ, ഇവയൊക്കെയാണ് അവധൂതാശ്രമത്തിന് കീഴിലുള്ളത്. ഈ സ്വത്തുവകകളുടെ ഉടമസ്ഥൻ നിലവിലെ മഠാധിപതി സ്വാമി ചിദാനന്ദ ഭാരതിയാണ്. ആശ്രമത്തിലെ സന്യാസിമാരായിരുന്ന രാമാനന്ദ ഭാരതി, നിത്യാനന്ദ എന്നിവർ അമൂല്യ ഗ്രന്ഥങ്ങൾ, കോടികൾ വില വരുന്ന വിഗ്രഹങ്ങൾ എന്നിവ ആശ്രമത്തിൽ നിന്ന് കടത്തിയെന്നാണ് മഠാധിപതിയുടെ ആരോപണം. തൻ്റെ ജീവൻ അപകടത്തിലാണെന്നും മുൻപ് ക്യാൻസർ രോഗിയാണെന്ന് കാട്ടി തന്നെ പൂട്ടിയിട്ട് വകവരുത്താൻ ശ്രമിച്ചെന്നും ചിദാനന്ദ ഭാരതി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ സ്ഥിരീകരിച്ചു, എനിക്ക് ജീവിതശൈലി രോഗങ്ങളൊന്നും തന്നെയില്ല, എൻ്റെ ഓർമ്മയ്ക്കോ കാഴ്ചക്കോ മറ്റ് ശാരീരികമായ ബുദ്ധിമുട്ടോ എനിക്കില്ല. അങ്ങനെയുള്ള എന്നെ പ്രജ്ഞയില്ലാത്തവനാക്കി അധികാരത്തിനും സമ്പത്തിനും വേണ്ടി നീച പ്രവൃത്തി നടത്തുന്ന ഈ സംഘം സനാതനധർമ്മത്തിന് തന്നെ നാണക്കേടാണ്. ഇവർക്കെതിരെ ഞാൻ ജില്ലാ കോടതിയിലും മറ്റ് നിയമസ്ഥാപനങ്ങളും നിയമപരമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ശിവൻ കോയിലുള്ള ശിവന് ചാർത്തിയായിരുന്ന ഒരു സ്വർണ്ണമാല, സ്വർണ്ണം കൊണ്ട് കെട്ടിച്ചുള്ള രുദ്രാക്ഷമാല കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് മറ്റേ ചന്ദന മരങ്ങളെ മോഷ്ടി, അതിനൊക്കെ ഞാൻ കേസ് കൊടുത്തായിരുന്നു. ആശ്രമത്തിന്റെ പ്രവർത്തനം സുതാര്യമാണെന്ന് ചിദാനന്ദ വ്യക്തമാക്കി. അമൂല്യ വസ്തുക്കൾ പലതും പുതിയ കെട്ടിടത്തിൽ സുരക്ഷിതമല്ലെന്നും മഠാധിപതി പറയുന്നു. മഠാധിപതിയുടെ ജീവന് സംരക്ഷണം നൽകാൻ സനാതന ധർമ്മസംഘവും രംഗത്തുണ്ട്. സദാനന്ദ സ്വാമിയെ സംരക്ഷിക്കുക, സ്വാമി അതേപോലെ സംരക്ഷിക്കുക. അതുപോലുപരി സദാനന്ദ സ്വാമി എന്ന് പറയുന്ന ആദർശം എന്ന് പറഞ്ഞാൽ സദാനന്ദ സ്വാമിയുടെ ആദ്യത്തെ സെക്രട്ടറി പുല്ലനായിരുന്നു. കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ ഇത്രയും സ്വാധീനം ചെലുത്തിയിരുന്ന ഒരു സന്യാസി വരും വേറെയില്ല. ഇതിനു മുമ്പ് പലരും പറഞ്ഞിട്ടുണ്ട് ഈ സ്വാമിക്ക് ഭീഷണിയുണ്ട്, ആ സ്വാമി അടച്ചിട്ടിരിക്കുകയാണ്, അതിൻ്റെ പുറത്തോട്ട് കിടക്കത്തില്ല, സ്വാമിക്ക് പേടിയാണ്. പിന്നെ അവിടെ പലരും പറഞ്ഞാൽ സ്വാമിയെ അങ്ങ് പുറവശത്തൊക്കെ കൊണ്ടുപോയി ചെറുതി ഇടിച്ചിട്ടുണ്ടെന്നും പറയുന്നുണ്ട് പലരും. ആശ്രമത്തിന്റെ സ്വത്ത് തട്ടിപ്പിൽ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് മഠാധിപതി. അതേസമയം മഠാധിപതിയുടെ വാദങ്ങൾ തെറ്റാണെന്ന് കാട്ടി സ്വാമിമാരായ രാമാനന്ദയും നിത്യാനന്ദയും കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ന്യൂസ് മലയാളം, കൊല്ലം.